ഡബിൾ കോളത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ DP ഏതാണ്? 2 ആയിട്ട് വരിക അല്ലേ. നോക്കാം. ക്യാഷ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബാങ്ക് ഉണ്ട്. നേരത്തെ നമുക്ക് ക്യാഷിന് മാത്രമേ സിംഗിളിൽ ബാലൻസ് തന്നുള്ളൂ. ഇവിടെ ഏതുണ്ട്? ബാങ്ക് ഉണ്ട്. അപ്പോൾ കോളംസ് നമുക്ക് ആദ്യം ഫോർമാറ്റ് വരച്ച് വെക്കാം. ഇതാണ് ഫോർമാറ്റ്. ഏതൊക്കെയാണ്? ഡേറ്റ്, പർട്ടിക്കുലർ, LF, ക്യാഷ്, പിന്നെ ഏതാ? ബാങ്ക്. അപ്പുറത്ത് ഡേറ്റ്, പർട്ടിക്കുലർ, LF, ക്യാഷ്, ബാങ്ക്. വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കാം. ക്യാഷിൻ്റെ ഏത് സൈഡ്? അത് റിസീപ്റ്റ് സൈഡ്, ക്യാഷിൻ്റെ പേയ്മെൻറ്റ് സൈഡ് അല്ലേ. ബാങ്ക് ആണെങ്കിൽ ഇത് ഏതാണ്? ഡെപ്പോസിറ്റ്. ഇവിടെ ഏതാണ്? വിഡ്രോവൽ. അതും കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത് 2 ബാലൻസ് പ്രോഡ് എന്ന് പറഞ്ഞിട്ടല്ലേ. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 30,000 ഉണ്ട്, അതുപോലെ ബാങ്കിൽ എത്ര ഉണ്ട്? 40,000 ഉണ്ട്. അങ്ങനെയുള്ള ഇത് മീൻ ചെയ്യുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് സെയിൽ ചെയ്തു. ജേണൽ എൻട്രി ആലോചിക്കാം. എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. എന്നിട്ട് 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതിയാൽ മതി? ക്യാഷിൽ. കാരണം ക്യാഷിലാണല്ലോ റിസീപ്റ്റ് അല്ലേ. ഓക്കെ. അടുത്തേത് വരുന്നത് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്കാണ്. ഇങ്ങനെ ബാങ്കിൽ നിന്നും ക്യാഷിലേട്ടോ ക്യാഷിൽ നിന്ന് തിരിച്ച് ബാങ്കിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ പറയുന്നതാണ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി പറയുമ്പോൾ ക്യാഷ് ടു ഇങ്ങനെയാണ്. ക്യാഷ് ടു ഏതാണ്? ക്യാഷ്. ക്യാഷ് ടു ക്യാഷ് പറഞ്ഞാൽ മെയിൻ ക്യാഷിൽ നിന്ന് എവിടെ? പെറ്റി ക്യാഷിലേക്ക്. അടുത്ത് ക്യാഷ് ടു ഏതാണ്? ബാങ്ക്. പിന്നെ ഏതാ? ബാങ്ക് ടു ഏതാണ്? ക്യാഷ്. കഴിഞ്ഞിട്ടില്ല. ബാങ്ക് ടു ഏതാണ്? ബാങ്ക്. ഉണ്ടാവും. AWSന് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെയാണ് നോർമലി കോൺട്രാ പറയുന്നത്. നമുക്ക് ഈ രണ്ടെണ്ണമാണ് നോർമലി ഇവിടുത്തെ ഡിസ്കഷനിൽ വരിക. ക്യാഷ് ടു ബാങ്കും പിന്നെ അതാണ് ബാങ്ക് ടു ക്യാഷും. നോക്കാം. അപ്പോൾ ഇതിൻ്റെ എൻട്രി ആലോചിച്ചാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര? 5,000. അതിൻ്റെ എൻട്രി ആലോചിക്കാം. അപ്പോൾ എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഒരേ സമയം ബാങ്ക് അക്കൗണ്ടാണ് പിന്നെ ഏതുമാണ്? ക്യാഷ് അക്കൗണ്ടാണ് അല്ലേ. ഡബിൾ കോളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ കൊണ്ടിട്ട് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ എന്തെഴുതാം? ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്തെഴുതാം? ടു ക്യാഷ്. ബാങ്കിൻ്റെ കോളത്തിൽ എഴുതണം. ഓക്കെ. 5,000. ക്ലിയർ. അടുത്ത എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ ഇവിടെ 2 ക്യാഷ് ആണെങ്കിൽ ക്യാഷിൽ ഇനി എന്തെഴുതണം? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൽ എഴുതണം. കണ്ടോ? ഇത് കോൺട്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റ് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഞാൻ ആലോചിച്ച് നോക്കി ലോജിക്കലി. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താണോ ബാങ്കിൽ നിന്ന് വന്നതാണോ? ഇവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ്. അപ്പോൾ എവിടെ കൂടും? ശരിയാ, ബാങ്കിൽ കൂടി. ബാങ്കിൻ്റെ അല്ലേ. യെസ്, ബാങ്കിൽ കൂടി. കണ്ട, ബാങ്കിൽ 40 ഉള്ളത് ഇപ്പോൾ എത്ര? 45. പക്ഷെ ക്യാഷിൽ നിന്ന് എന്താ ഇത്? കുറേ. ക്യാഷിൽ എത്ര ഉണ്ടായിരുന്നു? 30 ഓൾറെഡി ഉണ്ടായിരുന്നു. വീണ്ടും സെയിൽ ചെയ്തപ്പോൾ 30 വന്നു. അപ്പോൾ 60,000 നിന്ന് എടുത്തിട്ട് 5,000 രൂപ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് എത്ര ആവും? 55 ആവും. അപ്പോൾ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് ആവുന്നില്ല. ഓക്കെ അല്ലേ. യെസ്. അടുത്തായിട്ട് ഏതാണ്? സോൾഡ് ഗുഡ്സ് ബൈ ചെക്കാണ്. എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതണം? ബാങ്കിൽ എഴുതണം. കുഴപ്പമില്ലല്ലോ. ദെൻ അടുത്തായിട്ട് ഏതാണ്? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ ക്യാഷിൽ എന്തെഴുതണം? ടു ബാങ്ക്. കണ്ടോ? ഒരു ക്യാഷിൽ. പിന്നെ അടുത്ത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എവിടെ? ബാങ്കിൽ. ക്ലിയർ. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? എൻട്രി കൊണ്ട് എഴുതി നോക്കുക. ജേണൽ എഴുതി നോക്കുക. എന്നിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ജേണലും ആണ്, പിന്നെ എന്തുമാണ്? ലെഡ്ജറാണ്. യെസ്, അതാണ് ക്യാഷ് ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസാണ് എൻട്രി. ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ ബൈ എന്ത് ചെയ്താൽ മതി? ഡ്രോയിങ്സ് എഴുതിയാൽ മതി. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബിസിനസ്സിലേക്കാണ് ക്യാഷ് വന്നത്. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഇതങ്ങനെയല്ല, പേഴ്സണൽ പർപ്പസിന് അടുത്ത്. അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സിലെ ക്യാഷ് കൂടില്ല. എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ്. ഇവിടെ ബൈ ഡ്രോയിങ്സ് എഴുതി. ഇതിനടുത്തായിട്ട് ഏതാണ്? പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്കാണ്. എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ ബൈ ഏതാണ്? പർച്ചേസ് എമൗണ്ട് ഏതിൽ എഴുതണം? ബാങ്കിൽ എഴുതണം. അടുത്ത ഏതാണ്? ബോട്ട് മിഷനറി. ക്യാഷിനാവും എന്ന് വിചാരിക്കുന്നത്. എൻട്രി എന്താ? മിഷനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ ബൈ മിഷനറി എവിടെ നിന്ന് പോകണം? ക്യാഷിൽ നിന്ന് പോകണം. ദെൻ പെയ്ഡ് റെൻ്റാണ്. എൻട്രി എന്താ? റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. എന്തെഴുതണം? ബൈ റെൻ്റ് ക്യാഷിൽ നിന്ന് പോകണം. ദെൻ ഡെപ്പോസിറ്റ് അഗെയിൻ കോൺട്രാ എൻട്രി വന്നു. എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അപ്പോൾ ബാങ്കിൽ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം? 2 ക്യാഷ് എഴുതാം ബാങ്കിൽ. കണ്ടില്ലേ? പിന്നെ ബൈ എന്തെഴുതാം? ബാങ്ക് എഴുതിയിട്ട് എവിടെ എഴുതാം? ക്യാഷിൽ എഴുതാം. ക്ലിയർ അല്ലേ? പോസ്റ്റ് ചെയ്യുക അല്ലേ. ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 30, 30, 30, 60, 500. ഓക്കെ അല്ലേ. അപ്പുറത്തും 60, 500 എഴുതി അല്ലേ. 60, 500 5000, 3000, 8000, 9000 പോയാൽ എത്ര ബാലൻസ് വരുന്ന പറയുന്നത്? 35, 500.
അപ്പുറത്ത് 40, 45, 3, 49, 50, 52, 57. 57 നിന്ന് എത്ര 500, 600, 300 പോയി 55, 600 വരുന്നതാണ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ്